PSC സഹചാരിയിലേക്ക് സ്വാഗതം. പുതിയ SCRTയിലെ ക്ലാസ് 7ലെ സോഷ്യൽ സയൻസിൻ്റെ ഭാഗം 1 ടെക്സ്റ്റ് ബുക്കാണ് നിലവിൽ നമ്മൾ നോക്കുന്നത്. അതിന് പാർട്ട് 3 വീഡിയോ ആണിത്. ഇപ്പോൾ നമ്മൾ നോക്കുന്ന ചാപ്റ്റർ 3-ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കോട്ട്സാണ് പറയുന്നത്. മഹാത്മാഗാന്ധീൻ്റെ ചില വാക്കുകളാണ് പറയുന്നത്. അപ്പം അത് യങ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധീൻ്റെ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ പത്രത്തിൽ വന്ന വാക്കാണ്. ഓക്കെ, ഏത് വർഷമാണ് അത് വന്നത്? 1931 എഴുതിയ വാക്കുകളാണ് കേട്ടോ. അപ്പോൾ യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഈ കോട്ട്സിൽ ഏതെങ്കിലും വരി വന്നിട്ട് ഇതാര് പറഞ്ഞ വരികളാണെന്ന് ചോദിക്കാം. ഓക്കെ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാവുന്ന ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും വരി വന്നിട്ട് ഇത് മഹാത്മാഗാന്ധീൻ്റെ ആരതാണെന്ന് ചോദിക്കുക. അപ്പോൾ മഹാത്മാഗാന്ധീൻ്റെ ആണെന്ന് നമുക്ക് ഓർമ്മ വരണം. പിന്നെ യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ്. ഇനി അടുത്തത്, ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മജി ആഗ്രഹിച്ചത്. അപ്പോൾ അതിൽ ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ ഈ 1, 2, 3 അങ്ങനെ 3 ഈ 3 തന്നിട്ട് ഇത് എല്ലാം ഉണ്ട്, 1, 2 മാത്രം അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്? പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, അങ്ങനെ 4 ഇപ്പം ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് ഓർത്തിരിക്കാം. ഇനി അടുത്തത്, ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. ഓക്കെ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ, അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857 ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്, ഓർത്തിരിക്കുക. സൈനികർ, ഗോത്രവർഗ്ഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. ഓക്കെ, എല്ലാ വിഭാഗക്കാരും ഒരുമിച്ച് പങ്കെടുത്തൊരു സമരമാണെന്ന് ഓർത്തിരിക്കുക. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരം ദേശീയബോധം വളർത്തുന്നതിന് സഹായകമായി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അത് ശരിയാണെന്ന് ഓർക്കുക. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഈ ഒരു ദേശീയബോധത്തിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ 3 പേര് എടുത്തു പറഞ്ഞതുകൊണ്ട് ആ 3 പറ്റിയും എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അത് വന്ന വർഷം ഏതാണ്, അതിൻ്റെ പ്രധാന നേതാവ് ആരാണ്, അല്ലെങ്കിൽ ആരാണ് ഇത് രൂപീകരിച്ചത്, അല്ലെങ്കിൽ ഏത് ഭാഗം, ഏത് സംസ്ഥാനങ്ങളിൽ ഏത് സ്ഥലമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു അസോസിയേഷൻ രൂപപ്പെട്ടതെന്നൊക്കെ നമുക്ക് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, PSC ചോദിക്കാറുണ്ട്. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രാദേശിക സംഘടനകളെ പറ്റിയിട്ടാണ്. പക്ഷേ ഒരു ദേശീയ തലത്തിൽ മൊത്തത്തിൽ ഇന്ത്യ മുഴുവനായിട്ടൊരു സംഘടന വന്നത് എന്നാണ് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ വർഷം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതെന്നാണ് രൂപീകരിച്ച മാസവും ഡേറ്റും കൂടി നിങ്ങൾ കണ്ടെത്തി പഠിക്കണം. ഓക്കെ, അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ ഈ INCയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ ചോദിക്കാറുണ്ട് PSC സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാം. ഈ 2 എന്തായാലും ഓർത്തിരിക്കുക. 1, ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും, 2 ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി വിവേചനമൊന്നുമില്ലാതെ ജനങ്ങൾക്കിടയിൽ ഒരു ദേശീയബോധം വളർത്തുക, എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു ദേശീയബോധം വളർത്തുക ആണ് ഇതിൻ്റെ INCൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഓക്കെ, ഈ INC ഫോം ചെയ്ത വർഷവും ഡേറ്റൊക്കെ നിങ്ങൾ പഠിക്കണം. ആരാണ് ഫോം ചെയ്തത്, ആദ്യത്തെ പ്രസിഡൻ്റ് ആര്, സെക്രട്ടറി ആര്, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. അതുപോലെ ഇത് എല്ലാ വർഷവും സമ്മേളനങ്ങൾ നടത്താറുണ്ട് INC. ഓരോ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ്. അത് ഏതാ സ്ഥലം, ഏത് വർഷമാണ്,
ഓരോ സമ്മേളനത്തിനും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ഈ വർഷം അങ്ങനെ ഓരോ വർഷവും അതിൻ്റെ സ്ഥലവും അതിൻ്റെ അധ്യക്ഷന്മാരും നമ്മൾ പഠിക്കണം. PSC ചോദിക്കാറുണ്ട്. പിന്നെ ആ ഒരു സമ്മേളനത്തിൽ ഭാഗമായിട്ട് വന്നിട്ടുള്ള പ്രധാന ആശയങ്ങളും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അതും ഓർത്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കാം. റാങ്ക് ഫയലോ അല്ലെങ്കിൽ യൂട്യൂബോ നോക്കിയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് നിർബന്ധമായിട്ടും. ഓക്കെ. അടുത്തത്, വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ എന്തൊക്കെയാണ്? ഒന്ന്, വിദേശ ഭരണം അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തത്, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക. ഓക്കെ. ഇനി സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, മിതവാദികളും ഉണ്ടായിരുന്നു, തീവ്ര ദേശീയവാദികളും ഉണ്ടായിരുന്നു. ഈ രണ്ട് ആൾക്കാരെയും നമ്മൾ പഠിക്കണം. ആ ആൾക്കാരെ തന്നിട്ട് ഇവർ മിതവാദികളാണോ അല്ലെ തീവ്ര ദേശീയവാദികളാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആൾക്കാരുടെ പേരും ആ ഒരു കാലഘട്ടങ്ങൾ ഏത് കാലഘട്ടമായിരുന്നു, ഏത് വർഷം മുതൽ ഏത് വർഷമായിരുന്നു മിതവാദികൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്, അതുപോലെ ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് ഈ തീവ്ര ദേശീയവാദികൾ പ്രധാനമായിട്ടും ആക്റ്റീവായിരുന്നത് എന്നൊക്കെ നിങ്ങൾ പഠിക്കണം. ഇനി ഗാന്ധിജിയുടെ വരവോട് കൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. അത് നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഈ പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം വന്നത് ഗാന്ധിജി വന്നതോടുകൂടിയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. ഓക്കെ. അപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഈ ഭരണഘടനയിൽ സ്വാധീനിച്ച ചില ഘടകങ്ങൾ നമുക്ക് നോക്കാം. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഓക്കെ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. നിങ്ങൾക്ക് ഒന്ന് കാര്യങ്ങൾ കണ്ടാൽ അത് ശരിയാണെന്നുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റിയാൽ മതി. അല്ല കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ റിട്ടേൺ എക്സാമൊക്കെ എഴുതുന്ന പോലെ. ഓക്കെ. ഇനി അടുത്തത് 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പോൾ ആ രണ്ട് ഡേറ്റ് പഠിക്കുക. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റ് എല്ലാവർക്കും അറിയാം, 1947 ഓഗസ്റ്റ് 15 എന്നാൽ ഭരണഘടന നിലവിൽ വന്ന ഡേറ്റ് PSC ചോദിക്കാറുണ്ട്. എന്നാണത്? 1950 ജനുവരി 26. അന്ന് തന്നെയാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേയും അല്ലേ. അപ്പോൾ ആ രണ്ട് ഡേറ്റും ഓർത്തിരിക്കുക. അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഭരണഘടന വരുന്നതിന് മുന്നേ അതിൻ്റെ പിൻഗാമി എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. അപ്പം ഭരണഘടനയുടെ പിൻഗാമി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? 1935 നിലവിൽ വന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഓക്കെ. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഭരണഘടനയുടെ പല ആശയങ്ങളും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ഓക്കെ. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഭരണഘടന നിലവിൽ വന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ ഭരണഘടനയിലെ പല ആശയങ്ങളും കടം എടുത്തിരിക്കുന്ന എവിടെ നിന്നാണെന്ന് പറഞ്ഞു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണെന്ന് പറഞ്ഞു. അതുപോലെ മറ്റ് രാജ്യങ്ങളിലെ ഭരണഘടനയിലും നമ്മൾ കടം എടുത്തിട്ടുണ്ട് പല ആശയങ്ങളും. അതും PSC ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിച്ചു വെക്കണം. ഇനി അടുത്തത് നമ്മുടെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കേണ്ടത്. PSC ചോദിക്കാം. ഓക്കെ. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. ഓക്കെ. അത് ഓർത്തിരിക്കുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എത്ര പ്രവിശ്യകളിലായിരുന്നു ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6 പ്രവിശ്യകളിൽ. ഓക്കെ. അതുപോലെ ഈ ഒരു നിയമത്തിൽ 10 പട്ടികകൾ ഉണ്ടായിരുന്നു. അതുപോലെ 321 വിഭാഗങ്ങളുണ്ടായിരുന്നു. ഈ എണ്ണമൊക്കെ ചോദിക്കാം കേട്ടോ. അതുപോലെ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയായിരുന്നു ഇവർ ഫോളോ ചെയ്തത്.
ഓക്കെ. അപ്പം ഇപ്പം നിലവിൽ നമ്മൾ പാർലമെൻറ്റിൽ രാജ്യസഭയും ലോകസഭയും ഇല്ലേ, 2 സഭകളുണ്ട്. അതുപോലെ അന്നും ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയായിരുന്നു. ഇനി അടുത്തത് ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നതെന്ന് ചോദിക്കാം. ഏതൊക്കെയാണ്? ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ. ഓക്കെ. ഇനി അടുത്തത് കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. ഓക്കെ. അപ്പോൾ ഈ അധികാര വിഭജനം ഉണ്ടായിരുന്നു. കേന്ദ്രത്തിന് മാത്രമല്ലായിരുന്നു അധികാരം ഉണ്ടായിരുന്നത്. അതിൻ്റെ ചെറിയ ഘടകമായിരുന്ന പ്രവിശ്യകൾ ഉണ്ട്. ഈ പ്രവിശ്യകൾ ഇപ്പോൾ നമ്മളിന്നിപ്പോൾ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പോലെ അന്ന് പ്രവിശ്യകളൊക്കെ ആയിരുന്നു, അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് കേന്ദ്രത്തിനും പ്രത്യേക അധികാരങ്ങളുണ്ട്, പ്രവിശ്യകൾക്കും പ്രത്യേക അധികാരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഓക്കെ. ഇത്രയും ഫാക്റ്റുകൾ PSC ചോദിക്കാം. ഇനി അടുത്തത് ഭരണഘടന നിർമ്മാണത്തിലേക്ക്. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചോദിക്കുക? നമ്മുടെ ഈ സ്വതന്ത്ര ഇന്ത്യക്കായിട്ടുള്ളൊരു നിയമസംഹിത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷിൽ നിന്നും അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായിട്ട് വന്നിട്ടുള്ള കമ്മീഷൻ്റെ പേര് ചോദിക്കാം, അല്ലെങ്കിൽ മിഷൻ്റെ പേര് ചോദിക്കാം. ഓക്കെ. ക്യാബിനറ്റ് മിഷൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് വന്ന വർഷം ഏതാണ്? 1946. പിന്നെ അത് ഡേറ്റും മാസം കൂടി നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് കണ്ടുപിടിച്ച് പഠിക്കണം, PSC ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ ഈ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്, അതിൻ്റെ അധ്യക്ഷൻ ആരാണെന്നും കൂടി പഠിക്കണം, PSC ചോദിക്കും. ഓക്കെ. അതിൽ 3, 4, 5 ആൾക്കാർ പേരൊക്കെ തന്നിട്ട് ഒറ്റപ്പെട്ടതാരെന്നൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഈ പേരുകൾ, ഈ അംഗങ്ങളെ പേരുകൾ പഠിക്കണം. ഓക്കെ. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഓക്കെ. അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവാൻ കാരണമായ മിഷൻ ഏതാണ്? ക്യാബിനറ്റ് മിഷൻ. ഓക്കെ. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭേൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ആദ്യ സമ്മേളനം, ഭരണഘടനാ നിർമ്മാണ സഭേൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. ഓക്കെ. അപ്പം ഇത് രൂപീകരിച്ച ദിവസവും ചോദിക്കാറുണ്ട്. അത് 1946, 3 ദിവസം മുമ്പ്. ഓക്കെ. ഡിസംബർ 6-നാണ്. ഓക്കെ. ഇനി അടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓക്കെ. ഈ ഭരണഘടനാ നിർമ്മാണ സഭേൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് എന്നാണ്? 1949 നവംബർ 26-നാണ്. ഓക്കെ. അപ്പോൾ അത് ഭരണഘടന അംഗീകരിച്ച വർഷവും ഡേറ്റും, അതുപോലെ ഭരണഘടന നിലവിൽ വന്ന ഡേറ്റും വർഷവും രണ്ടും ഡിഫറൻ്റ് ആണ് കേട്ടോ, മാറിപ്പോരുത്. അത് കൺഫ്യൂഷൻ ആവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഭരണഘടന അംഗീകരിച്ച വർഷം അല്ലെങ്കിൽ ഭരണഘടന ഒപ്പുവെച്ച വർഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1949 നവംബർ 26-ആണ്. ഇനി നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വന്നത്. അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നതും ഈ ഒരു സെയിം ഡേറ്റിനാണ്, ജനുവരി 26-ന്. ഓക്കെ. അടുത്തത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എത്ര പേരുണ്ടായിരുന്നു, അത് നമ്മൾ പഠിക്കണം. ഓക്കെ. അതിൽ 1-2 പേര് മാറിയിട്ട് വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്, അവരെ പേരും ആരൊക്കെയാണ് മാറിയതെന്നും അതിന് പകരം വന്ന ആൾക്കാർ ആരൊക്കെയാണെന്നും പഠിക്കണം, PSC ചോദിക്കാറുണ്ട്. ഓക്കെ. നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഇത് കൃത്യമായിട്ട് പഠിക്കണം, PSC ചോദിക്കും കേട്ടോ. 2 വർഷം 11 മാസം 18 ദിവസം എന്നൊക്കെ ചോദിക്കും, പക്ഷേ അത് തെറ്റാണ്, 17 ദിവസമാണെന്ന് ഓർത്തിരിക്കുക നമ്മൾ SCERT പ്രകാരം. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ആരാണ്? മുഖ്യശില്പി ഭരണഘടനയുടെ ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ. 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. അപ്പോൾ എത്ര രാജ്യങ്ങളിലെ ഭരണഘടനയാണ് അംബേദ്കർ പഠന വിധേയമാക്കിയത്? 60ഓളം. മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ രാജ്യങ്ങളും അവയിൽ നിന്ന് സ്വീകരിച്ച ആശയങ്ങളും PSC ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചേരുപടി ചേർക്കാനൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കണേ. സവിശേഷതകൾ ഒട്ടേറെ. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? ഇന്ത്യയുടെ. അതൊരു ചോദ്യമാണ് കേട്ടോ. 1950 ജനുവരി 26-ന് നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്രയാണ് എണ്ണം നിങ്ങൾ ചോദിക്കാറുണ്ട്. എത്ര ഭാഗമുണ്ട്, എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു, എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു ചോദിക്കാറുണ്ട്. അതുപോലെ നിലവിൽ ഇപ്പം എത്ര ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അനുച്ഛേദങ്ങളുണ്ട്, അല്ലെങ്കിൽ എത്ര പട്ടികകളുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതും നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് കണ്ടുപിടിച്ച്
പഠിക്കണം. ഓക്കെ, അത് PSC ചോദിക്കാറുണ്ട്. ഇനി അതുപോലെ ഈ ഭരണഘടനയുടെ അല്ലെങ്കിൽ ചില പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പാർലമെൻ്ററി അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു സവിശേഷതകൾ അല്ലേ, ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് പറയാം. പാർലമെൻ്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. നമ്മൾ വിചാരിക്കും നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നത് ഭരണാധികാരികളാണെന്ന് വിചാരിക്കും. അല്ല, അങ്ങനെയല്ല, തിരിച്ചാണ് സ്റ്റേറ്റ്മെൻറ്റ് വരിക കേട്ടോ. അതാണ് ശരി. തെറ്റാൻ സാധ്യതയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഓർത്തിരിക്കുക. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. അടുത്തത് ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉദ്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് അല്ലേ. നല്ല സ്റ്റേറ്റ്മെൻറ്റാണ്. മൗലികാവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും. ഓക്കെ, ആരാണ് ഉറപ്പാക്കേണ്ടത്? രാഷ്ട്രമാണ് ഉറപ്പാക്കേണ്ടത്. മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ, മൗലിക കടമകൾ ആരായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓരോ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ആരോടാണ് കടമ കാണിക്കേണ്ടത്? രാഷ്ട്രത്തോടും സമൂഹത്തോടും. ഓക്കെ, ഇനി അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ഓക്കെ, ഇത് രാഷ്ട്രത്തിന് നൽകുന്ന, ഭരണഘടന നൽകുന്ന ഒരു നിർദ്ദേശങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് പ്രധാനമായിട്ടും സാമൂഹികവും സാമ്പത്തികവുമായ ജനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഭരണഘടന രാഷ്ട്രത്തിന് നൽകുന്നത്. അതിന് പറയുന്ന പേരാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇനി നിയമവാഴ്ച. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. ഓക്കെ, നല്ല സ്റ്റേറ്റ്മെൻറ്റാണ്. നിയമവാഴ്ചയുടെ ഡെഫിനേഷനൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല. ഇതിനെ ഒറ്റ വാക്കിൽ എങ്ങനെ പറയാമെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിയമവാഴ്ച എന്ന് നമുക്ക് പറയാൻ പറ്റണം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. ഇതിനാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള പ്രായം എത്രയാണ്? 18 വയസ്സിൻ്റെ മേലുള്ള എല്ലാവർക്കും അല്ലേ. ഇനി സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം അല്ലേ. നമ്മുടെ കോടതി സംവിധാനം എന്താണ്, ഭയങ്കര സ്വതന്ത്രമാണ്. അതായത് നിയമനിർമ്മാണ അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട കോടതിയാണ് നമ്മുടേത് അല്ലേ. അതൊരു നല്ല സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി അടുത്തത് ഫെഡറലിസം. നമ്മളധികവും കേൾക്കുന്ന ഈ ചാനൽ ചർച്ചകളിലൊക്കെ അധികം എന്താണ് പറയുന്നൊരു വാക്കാണ്, ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണെന്നൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറയുന്നത് കേൾക്കാം അല്ലേ. അപ്പോൾ എന്താണ് ഈ ഫെഡറലിസം എന്നാണ് നമുക്ക് നോക്കാം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനത്തിനാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്രത്തിന് മാത്രമല്ല അധികാരമുള്ളത്, സംസ്ഥാനങ്ങൾക്കും ചില അധികാരങ്ങൾ വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അധികാരത്തിൽ ആ ഒരു അധികാരം എന്താണ് കൈകടത്താൻ ആർക്ക് പറ്റില്ല? കേന്ദ്രത്തിന് കൈകടത്താൻ പറ്റില്ല. അത് സംസ്ഥാനങ്ങൾക്ക് മാത്രമായിട്ടുള്ള പറ്റുള്ളൂ അല്ലേ. അങ്ങനത്തെ കുറേ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ കോടതികളിലൊക്കെ എന്താണ് പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. ഏക പൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഏക പൗരത്വമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ ഒരു പൗരത്വം പറയുന്നത് രാജ്യത്തിൻ്റെ ഒരു പൗരത്വമാണ്. പിന്നെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായിട്ട് പൗരത്വമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു ചില സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഇതിൽ ഏതൊക്കെയാണ് ശരി തെറ്റ് എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിലൊരു ടേബിളാണ്. ഓക്കെ, ഇത് അതുപോലെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് PSCക്ക് വരാം. സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. അത് തെറ്റായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലേ. നമ്മൾ പറഞ്ഞല്ലോ ഈ കോടതി എന്താണ് സ്വതന്ത്രമാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. അത് ശരിയാണ് അല്ലേ. സംസ്ഥാന സർക്കാരിനും പ്രത്യേക അധികാരമുണ്ട്, കേന്ദ്രത്തിനും പ്രത്യേക അധികാരമുണ്ട്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല അല്ലേ. ശരിയാണ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടിയുണ്ടാകും. അത് തെറ്റാണ്. സംസ്ഥാന പൗരത്വമില്ല. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. ശരിയാണ്. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട്. ശരിയാണ്. നമ്മുടെ അവകാശങ്ങളെ എന്താണ് പ്രത്യേക അവകാശങ്ങളെയാണ് അടിസ്ഥാന അവകാശങ്ങൾ എന്താണ് പറയുന്നത്? മൗലിക അവകാശങ്ങൾ അല്ലേ. അതുപോലെ നമ്മൾ സമൂഹത്തോടും രാഷ്ട്രത്തോടും ചെയ്യേണ്ട കടമകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിന് എന്താണ് പറയുക? മൗലിക കടമകൾ അല്ലേ. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. തെറ്റായിട്ടുള്ളൊരു എന്താണ് സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലേ. കാരണം ഈ ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നത് നിയമനിർമ്മാണ സഭകളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി നിയമങ്ങളുടെ ഉറവിടം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി
മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കേന്ദ്രത്തിന് സംസ്ഥാനങ്ങൾക്കൊക്കെ നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റും. കേന്ദ്രത്തിന് മാത്രമല്ല, സംസ്ഥാനങ്ങൾക്കും അവരുടെ അധികാരമുള്ള ഭാഗങ്ങളിൽ, ഏരിയകളിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ പക്ഷേ അതിൻ്റെയൊക്കെ വ്യവസ്ഥ, ഈ നിയമത്തിനൊക്കെ ഒരു അതിർവരമ്പുണ്ട്. ആ ഒരു വരമ്പ് നിശ്ചയിക്കുന്നത് ഈ ഭരണഘടനയിലുള്ള വ്യവസ്ഥകളാണ്. അത് ഓർത്തിരിക്കുക. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ച് നൽകുന്നു എന്നർത്ഥം. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ്സ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്. ഓക്കെ, നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ്സ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്. ഇനി ചില നിയമങ്ങളുടെ പേരുകളാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിത് എക്സ്ട്രാ ആയിട്ട് പഠിച്ചു വെക്കണം. ഇതിൽ ചിലതൊക്കെ നമുക്ക് സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ദുരന്ത നിവാരണ നിയമം, വിവരാവകാശ നിയമം, ഇങ്ങനത്തെ ഈ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, ഓക്കെ, ഇതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നതാണ്. പിന്നെ ഇതിൽ ചില നിയമങ്ങൾക്ക് കറണ്ട് അഫെയർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അല്ലെ, ഈ വന്യജീവി സംരക്ഷണ നിയമമൊക്കെ നമ്മളിപ്പോൾ കുറേയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർഷങ്ങൾ, നിലവിൽ വന്ന വർഷം അല്ലെങ്കിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഇതൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ ഇതിൻ്റെ ഈ നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കമ്മീഷനുകളുണ്ടാവും, അത് പഠിക്കണം. പിന്നെ ഈ നിയമത്തിൽ ചില നിയമങ്ങളിൽ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാണ്ട്. ഈ വിവരാവകാശ നിയമം, ദുരന്ത നിവാരണ നിയമം നമ്മുടെ സിലബസിലൊക്കെ എടുത്ത് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിനെ പറ്റിയുള്ള ആർട്ടിക്കിളുകളും അതിൻ്റെ കമ്മീഷനുകളും പറ്റിയിട്ടും അതിലെ ചെയർമാനും അതിലെ അംഗങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കണം കേട്ടോ. ഇനി ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012. ഓക്കെ, അതിനെ ചുരുക്കി പറയുന്ന പേരാണ് പോക്സോ ആക്ട് 2012. ഓക്കെ, ഇനി കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. അപ്പോൾ കുട്ടികളുടെ അവകാശ ഉടമ്പടി എന്നാണ് നടന്നത്? 1989. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ഓക്കെ, ഈ പോക്സോ ആക്ട് അപ്പോൾ ലിംഗഭേദമില്ല. ഓക്കെ, അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ബാധകമായിട്ടുള്ളൊരു നിയമമാണിത്. ഓക്കെ, വന്ന വർഷം 2012 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അതിൻ്റെ ഫുൾ ഫോം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഓഫ്, ഫ്രം, അങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കാം. ഓക്കെ, ഓഫിന് പകരം ഫ്രം കൊടുക്കാം, ഫ്രമ്മിന് പകരം അറ്റ് കൊടുക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്കിത് കറക്റ്റ് തിരിച്ചറിയാൻ പറ്റും ഇതിൻ്റെ ഫുൾ ഫോം തരുമ്പോൾ. ഈ പ്രൊട്ടക്ഷന് പകരം പ്രിവെൻഷൻ എന്നൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആയി പോരുത്, കറക്റ്റ് വാക്ക് ഓർമ്മ ഉണ്ടാവണം. അപ്പം 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. അപ്പോൾ പോക്സോ ആക്ട് പ്രകാരം ഒരു കുട്ടി എന്ന് പറയുന്നതിൻ്റെ നിർവചനം എന്താണെന്ന് ചോദിക്കാറുണ്ട്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളും കുട്ടിയാണ് പോക്സോ ആക്ട് പ്രകാരം. ഓക്കെ, ഇനി ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമം വിവരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈംഗികാതിക്രമ കേസുകൾ കുട്ടികളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ പോക്സോ നിയമപ്രകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? സ്പെഷ്യൽ ജുവനൈൽ പോലീസ് അല്ലെങ്കിൽ ലോക്കൽ പോലീസ്. ഓക്കെ, അങ്ങനെ പറയുന്ന ഈ ഒരു കാര്യം പറയുന്ന വകുപ്പ് ഏതാണ്? പോക്സോ ആക്ടിലെ വകുപ്പ് എത്രയാണെന്ന് ചോദിക്കും. വകുപ്പ് 19 ഓക്കെ, പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അതും ചോദിക്കാം. ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ, പോക്സോ കേസ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ. അതുപോലെ CWPO, ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്നും ചോദിക്കാം. അതും ഓർത്തിരിക്കട്ടോ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ,
അപ്പം ഈ പോക്സോ നിയമപ്രകാരം ഒരു നിരീക്ഷണ സംവിധാനം ഒരുക്കിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ്. അത് ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 44-ാം വകുപ്പ് പ്രകാരമാണ്. ഇനി ഈ നിരീക്ഷണ സംവിധാനം അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് പോക്സോ മോണിറ്ററിംഗ് സെല്ല്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. നമ്മൾ എല്ലാ പോയിന്റും ചോദ്യങ്ങളാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഓക്കെ, ഈ നിയമം എന്തൊക്കെയാണ് ശിക്ഷകളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഇനി നിയമത്തിൻ്റെ വ്യവസ്ഥ, സ്രോതസ്സ്, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ പോക്സോ കേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോക്സോ നിയമം എന്ന് പറയുന്നത് നമ്മുടെ PSC ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിൻ്റെ ആർട്ടിക്കിളുകൾ അതിൻ്റെ കുറ്റകൃത്യങ്ങൾ, അതിൻ്റെ ശിക്ഷകളൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് നിയമത്തിൻ്റെ വ്യവസ്ഥ, സ്രോതസ്സ് എന്നതിന് പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർദ്ധിക്കുന്നു. അപ്പം ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. അപ്പം നമ്മളിങ്ങനെ കൺഫ്യൂഷനായി പോകരുത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഒരു ചാർട്ട്, ഒരു ഓരോ കാര്യങ്ങൾ നടന്നതും അതിൻ്റെ വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഓർഡറിൽ കൊടുത്തതാണ്. അപ്പോൾ PSC ഒരു കാലഗണനക്രമത്തിൽ എഴുതാനൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കേണ്ട ഒരു ഭാഗമാണത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അല്ലേ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ഒരു വാക്കാണ്, അല്ലെങ്കിൽ സെൻറ്റൻസ് ആണല്ലേ ഇത്. ഇനി ഭേദഗതി 1, കാരണം ഈ ഭരണഘടനകളൊക്കെ നമുക്ക് നിയമങ്ങളൊക്കെ മാറ്റം വരുത്താൻ പറ്റും അല്ലേ. അപ്പോൾ അതിനെയാണ് ഈ ഭേദഗതി എന്ന് പറയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ അടുത്ത വരുന്ന പേജുകളിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഭേദഗതി 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓരോ മാറ്റങ്ങൾ വരുത്തുമ്പോഴും. അപ്പോൾ ഈ ഒന്നാമത്തെ ഭേദഗതി ഏത് വർഷമാണെന്ന് ചോദിക്കും. അത് 1951-ലാണ്. അപ്പം അതിൽ വന്നിട്ടുള്ള മെയിൻ ഒരു പ്രധാന മാറ്റം പട്ടികകളുടെ എണ്ണം 8 എന്നുള്ളത് 9 മാറ്റി. അതായത് ഒരു പട്ടിക കൂടി കൂട്ടിച്ചേർത്തു. ഇനി അടുത്തത് 42-ാമത്തെ ഭേദഗതി ഏത് വർഷമാണെന്ന് വന്ന് ചോദിക്കാം. 76-ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡേറ്റും കൂടി മാസമൊക്കെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കണം. ഓക്കെ, ഭേദഗതി 42 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഭേദഗതികളുടെ പേരുകൾ അല്ലെങ്കിൽ നമ്പറുകൾ PSC സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് പഠിക്കണം. ആ ഭേദഗതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്, ആരാണ് കൊണ്ടുവന്നത്, പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡൻറ്റ്, അല്ലെങ്കിൽ ആ ഭേദഗതി അവതരിപ്പിച്ചത്, ആ വർഷങ്ങൾ ഒക്കെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഭേദഗതി 42-ൽ 3 കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് എത്ര വാക്കുകൾ കൂട്ടിച്ചേർത്തെന്ന് ചോദിക്കാം. 3 എണ്ണം. ഏതൊക്കെയാണെന്ന് ചോദിക്കാം. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. ഈ മതേതരത്വത്തിൻ്റെ ഇംഗ്ലീഷ് സെക്കുലറിസം ആണെന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ അങ്ങനെ സെക്കുലറിസം എന്ന് മലയാളത്തിൽ എഴുതിയിട്ട് വരും. അല്ലെങ്കിൽ അഖണ്ഡത എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷാണ് ഇൻറ്റഗ്രിറ്റി, അങ്ങനെയും ചോദിക്കാം. ഇനി അടുത്തത് ഭേദഗതി 44-ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിലവിൽ വന്നത് ഈ ഭേദഗതി നടന്നത് 1978-ലാണ്. സ്വത്താവകാശം, മൗലികാവകാശം അല്ലാതായി. ഓക്കെ, അപ്പോൾ ഈ 78 വരെ എന്തായിരുന്നു, ഈ സ്വത്താവകാശം എന്ന് പറയുന്ന ഒരു മൗലികാവകാശമായിരുന്നു. പക്ഷേ ഈ 78-ൽ ഈ ഒരു ഭേദഗതി പ്രകാരം ഈ സ്വത്താവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ ഇത് PSC ചോദിക്കാറുണ്ട്. മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം നിലവിൽ 6 എണ്ണം ഉള്ളത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒഴിവാക്കിയ മൗലികാവകാശം ഏതാണ്, സ്വത്താവകാശം ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഏത് ഭേദഗതിയാണെന്ന് ഓർത്തിരിക്കുക. 44 വർഷം ഓർത്തിരിക്കുക, 1978. ഇനി ഭേദഗതി 73, 74 അത് നടന്നത് 1992-ലാണ്. ഓക്കെ, ഇനി അതെന്താണ്, പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഭേദഗതി. ഓക്കെ, അതിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വേറെ വായിച്ച് പഠിക്കണം. ഓക്കെ, ഇനി ഭേദഗതി 86 എന്താണ്, അത് 2002-ലാണ് നടന്നത്. അത് വിദ്യാഭ്യാസത്തിന് മൗലികാവകാശമായിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന മൗലികാവകാശമാണ്. അത് ഏത് ആർട്ടിക്കിളാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ നോക്കണം, ഏത് വർഷമാണ് വന്നതെന്നൊക്കെ നോക്കണം. ഓക്കെ, ഇനി ഭേദഗതി 101 എന്താണ്, 2016-ലാണ് ഭേദഗതി 101 വന്നത്.
അത് ചരക്ക് സേവന നികുതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ GSTയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു GST ബില്ല്, ഈ ഒരു ഭേദഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് ഏതൊക്കെ വർഷമാണ്, ആരാണ് അവതരിപ്പിച്ചത്, പ്രധാനമന്ത്രി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഇനി അവസാനമായിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ഇവിടെ എഴുതും. അത് നമ്മൾ കറണ്ട് അഫെയർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ 106ാമത്തെ ഭേദഗതിയാണ് ഏറ്റവും അവസാനമായിട്ട് നടന്നിട്ടുള്ളത്. 106 എന്ന് ഓർത്തിരിക്കുക. അത് എന്താണ് സ്ത്രീകളുടെ ലോകസഭയിൽ അല്ലെങ്കിൽ നിയമസഭയിലൊക്കെ ഉള്ള റിസർവേഷനുമായിട്ട്, സീറ്റുകളുടെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പേര് നാരീശക്തി വന്ദൻ അധിനിയം എന്നാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഏതൊക്കെ ഡേറ്റും അല്ലെങ്കിൽ ആരാണ് അവതരിപ്പിച്ചത്, പ്രധാനമന്ത്രി, പ്രസിഡന്റ് ഒപ്പുവെച്ച ഡേറ്റ്, ആരാണ് പ്രസിഡന്റ്, ഒപ്പുവെച്ച പ്രസിഡന്റ് ആര്, ഒക്കെ അതിൻ്റെ അകത്ത് ആ ഒരു ഭേദഗതിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ PSC ചോദിക്കാറുണ്ട്. ഈ ഒരു ചിത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ PSC ഇങ്ങനെ ചോദിക്കുകയെന്ന് നമുക്ക് നോക്കാം. 1976 ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തു? നമ്മൾ പറഞ്ഞല്ലേ, സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം ഏത് വർഷം? 1951 മാറ്റം വരുത്തിയത്. 9ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തു അല്ലേ. രാജ്യത്ത് ഒത്തവകാശം എത്ര കാലം മൗലികാവകാശമായി നിലനിന്നു? നമുക്കറിയാം 1950 വന്നത്. അന്ന് മുതൽ 1978 44ാം ഭേദഗതി വരുന്നവരെ, അപ്പോൾ അതായത് 28 വർഷം അല്ലേ. വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലികാവകാശമാണോ? ആണ് അല്ലേ. എന്ന് മുതൽ? 2002 മുതൽ. ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? അതിപ്പോൾ നിലവിൽ 106. ഇതിപ്പോൾ നിങ്ങൾ ഇനി ഇതിപ്പോൾ വീഡിയോ നിങ്ങൾ കുറേ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പത്രമൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഗൂഗിളൊക്കെ നോക്കിയിട്ട് ഉറപ്പാക്കണം 106 കഴിഞ്ഞ് 107 ആയോ 108 ആയോ എന്നൊക്കെ. അപ്പോൾ നിലവിൽ ഇപ്പോൾ 2025 ഈ ഒരു മാർച്ച് മാസം വരെ 106 എണ്ണമാണ്. ഇനി അടുത്തത് കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് ഭരണഘടന അല്ലേ. ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷനാണ് ഭേദഗതിൻ്റെ. എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താം എന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട് അല്ലേ. ഭേദഗതി എങ്ങനെ വരുത്തേണ്ടതെന്ന് ഭരണഘടനയിലുണ്ട്. അത് നല്ല സ്റ്റേറ്റ്മെൻറ്റാണ്, കറക്റ്റാണ്. 368 വകുപ്പ് പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. ഓക്കെ, ഏത് വകുപ്പാണ് ഭരണഘടനാ ഭേദഗതിയെ പറ്റി പരാമർശിക്കുന്നത്? 368 വകുപ്പ് അല്ലേ. അപ്പോൾ ഈ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർലമെൻറ്റിനാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, ഓർത്തിരിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത് അടിത്തറ ഇളക്കരുത്. 1973 കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. അപ്പോൾ ഈ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മാറ്റം വരുത്തരുത് എന്ന് പറഞ്ഞത് ആരാണ്? സുപ്രീം കോടതിയാണ്. ആ ഒരു വിധി എന്നാണ് 1973 അത് ആരും തമ്മിലുള്ള കേസുകളായിരുന്നു. കാസർഗോഡിലെ എടനീർ മഠത്തിൻ്റെ അധിപതിയായ കേശവാനന്ദ ഭാരതിയും കേരള സർക്കാരും തമ്മിലുള്ള കേസായിരുന്നു. ഓക്കെ, ഇത് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി വിദ്യാഭ്യാസം മൗലികാവകാശം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പുമായി ചേർത്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു വകുപ്പ് നമ്മൾ പഠിച്ചു വെക്കണം. ആർട്ടിക്കിൾ എന്ന് പറയില്ല, ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾ 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ആഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഓക്കെ, വിദ്യാഭ്യാസ അവകാശ നിയമം 2009 എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഈ 2009 ഓഗസ്റ്റ് 4 പ്രസിഡന്റ് ഒപ്പുവെച്ച ഡേറ്റാണ്. അത് നിങ്ങളൊന്ന് ഉറപ്പാക്കണം ഗൂഗിളിൽ നോക്കിയിട്ട്. അതുപോലെ ഇത് നിലവിൽ വന്ന വർഷവും ഡേറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2010 ഏപ്രിൽ 1. ഓക്കെ, ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റിൽ നിലവിൽ വന്നത് ഓഗസ്റ്റ് 4 പറയുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും 2010 ഏപ്രിൽ 1. അവർ ചിലപ്പം ഈ ടെക്സ്റ്റ് ബുക്കിൽ അവർ ഉദ്ദേശിച്ചത് പാർലമെൻറ്റ് പാസ്സാക്കി എന്നുള്ള രീതിയിലായിരിക്കും ഇവിടെ നിലവിൽ വന്നതെന്ന് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ ഉറപ്പാക്കുക, കാരണം അത് PSC എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷവും ഡേറ്റും അതുപോലെ പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷവും ഡേറ്റും ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കണേ.
ഇവിടെ ഇത്തിരി കൺഫ്യൂഷനായിട്ടാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. അപ്പോൾ ഈ ഒരു വിദ്യാഭ്യാസ അവകാശ നിയമം ഏത് വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസമാണ് ഉറപ്പുവരുത്തുന്നത് ചോദിക്കാം. 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക്. ഓക്കെ. ഇനി ചെറു ഭരണഘടന 1976 42-ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. അല്ലാതെ നമ്മൾ പഠിച്ചു. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു അല്ലേ. അപ്പോൾ ഈ 42-ാം ഭേദഗതി അറിയുന്ന ഈ 3 വാക്കുകൾ കൂട്ടിച്ചേർക്കൽ മാത്രമല്ല, വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ എക്സ്ട്രാ പഠിക്കണം. PSC ചോദിക്കാറുണ്ട്. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ ചെറു ഭരണഘടന എന്ന് വിളിക്കപ്പെടുന്ന ഭേദഗതി ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ആ ഭേദഗതിൻ്റെ പേര് 42-ാം ഭേദഗതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. PSC ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നേരിടുന്ന വിവിധ തരം വെല്ലുവിളികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാകാം അതിൻ്റെ കാരണങ്ങൾ? ഒന്ന്, ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ അല്ലേ. ഒരു നിയമം വരുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പല ആൾക്കാരെയും അനുകൂലമായിട്ട് എല്ലാവരും നിൽക്കണമെന്നില്ല അല്ലേ. പ്രതികൂലമായിട്ട് പലരെയും ബാധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പ്രതിഷേധമായിട്ട് മുന്നോട്ട് വരും. ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, ഇതാണ് ഇപ്പോൾ പറഞ്ഞ കാര്യം. അതും ഒന്നാമത്തെയും രണ്ടാമത്തെയും ഏകദേശം ഒരുപോലെയുള്ള കാരണങ്ങളാണ്. ഇനി മൂന്നാമത്തേത് നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ഓക്കെ. അപ്പോൾ ഈ 3 കാരണങ്ങളാണ് പുതിയ നിയമങ്ങൾ നടപ്പാക്കുമ്പോഴുള്ള വെല്ലുവിളികൾ. അപ്പം അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക് ആയി ഉയർത്താൻ കഴിയും. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ അവസാനത്തെ ഈ വരിയാണ്. പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ ഓർഡറും കറക്റ്റായിട്ട് നമ്മൾ പഠിക്കണം. ഇത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലുള്ളൊരു വരിയാണ്. ഈ വാക്കുകളാണ് ഈ 5 എണ്ണം. അതായത് ഓർഡർ PSC ചോദിക്കാറുണ്ട്. ഓക്കെ. അതേപോലെ പരമാധികാരം എന്ന് പറയുമ്പോൾ സോവറൈൻ, അതേമാതിരി സ്ഥിതിസമത്വം എന്ന് പറയുമ്പോൾ സോഷ്യലിസമാണ് അതിൻ്റെ ഇംഗ്ലീഷ്. മതനിരപേക്ഷ എന്ന് പറയുമ്പോൾ സെക്യുലറിസം നമ്മൾ പഠിച്ചു. ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഡെമോക്രാറ്റിക്, അതേപോലെ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ റിപ്പബ്ലിക് തന്നെ. ഓക്കെ. അപ്പോൾ ഈ ഒരു 5 സാധനം പഠിക്കുക. അതിൻ്റെ ഇംഗ്ലീഷും പഠിക്കണം. ഇങ്ങനെ അതിൻ്റെ ഒരു ഓർഡറും നമ്മൾ പഠിച്ചു വെക്കണം. PSC ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ട് 3 വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചാപ്റ്റർ 3 ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. കാരണം PSC ചോദിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് ഭരണഘടന. അപ്പോൾ ഇതിൽ കുറേ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ കുറേ എക്സ്ട്രാ പോയിൻറ്റ്സ് ഇതിൽ വന്നിട്ടുണ്ട്. PSC ചോദിക്കുന്ന കുറേ പോയിൻറ്റ്സും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.